കാത്തുനിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിന്റെ മകനായിട്ടവനിറങ്ങി. പണിയെടുക്കണം, പണിയെടുക്കണം. പണിയെടുക്കാതെ ഉണ്ണാനുള്ള സൂത്രപ്പണിയാണ് സനാതനധർമ്മം. മനസ്സിലായോ? അത് ഇന്ത്യ രാജ്യത്തിന്റെ വികാസത്തെ തകർത്തു കളഞ്ഞു. ഭയങ്കര ഭീഷണിയാണ്. ഞാൻ കൃത്യമായിട്ട് ഈ മാമാങ്കത്തിന്റെ ചരിത്രം എത്ര ആൾ കൊല്ലപ്പെട്ടു, എന്തിനായിരുന്നു മാമാങ്കം, അതും കുംഭമേളയും തമ്മിൽ എന്താ ബന്ധം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ ആള് ഇന്ന് ഒന്ന് കണ്ടാൽ ഈച്ച വരില്ലേ? എന്താന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ, ഈച്ച വരില്ല. അതുപോലെയായിരിക്കും ഇപ്പൊ ദൈവവിശ്വാസം. എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി, ആളെന്ന് വന്ന് പൊതിയാണ്. അതിന്റെ പുറകിൽ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകാരുടെ നല്ല ശ്രമമുണ്ട്. ടൂറിസ്റ്റ് നാലമ്പല യാത്ര, നാലമ്പല യാത്ര, കുംഭമേള യാത്ര, അല്ലെ? എന്ത് കുംഭം? ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ ആർക്കും ആളുകൾ ഒത്തുകൂടും, പൈസ കൊടുക്കുന്നതിന് ഒരു മടിയില്ലാണ്ട്. നമ്മളെ റിട്ടയർ ആയ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? റിട്ടയർ ആയ ആളുകൾ പണ്ടല്ല റിട്ടയർ ആകുമ്പോഴേക്കും സൈഡാവും. ഇപ്പൊ നല്ല ആരോഗ്യമില്ലേ? പണ്ടല്ലേ നമ്മളെല്ലാം പഠിപ്പിക്കുന്ന അധ്യാപകര് പിരിയാൻ നോക്കുമ്പോൾ നരച്ച് പൊളിച്ച് വയസ്സിനും വയസ്സ്. ഇപ്പൊ പിരിയാൻ പോകുന്ന മാഷന്മാരെ, പിരിഞ്ഞ മാഷന്മാരുടെ ഫോട്ടോ വെറുതെ തമാശക്കൊന്ന് മാട്രിമോണിയിൽ കൊടുത്ത 100 കണക്കിന് പ്രപ്പോസൽ. അത്ര യുവത്വമാണ്. അവരുടെ കർമ്മശേഷിയെ പൂർണ്ണമായി ഉപയോഗിക്കുന്നത് ഒരു ടെൻഷനും ഇല്ലല്ലോ. അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാൽ ഈ തങ്ങളുടെ നാട്ടിലൊക്കെ തെയ്യപ്പറമ്പിൽ ഉള്ളുന്ന് വലിച്ച് ഇപ്പുറം കെട്ടിയാലുള്ള ബലൂണില്ലേ, ബലൂൺ ഊതിയിട്ട് അപ്പുറത്തുനിന്ന് വലിച്ചിട്ട് ഇപ്പുറത്തും കെട്ടിയാൽ നടുക്കൊരു കുഴിയുടെ ഒരു ബലൂൺ. ഈ ബലൂൺ പോലത്തെ ഒരു കുംഭ വേണം, പൊക്കളന്ന് കുഞ്ഞിട്ട് വലിയൊരു കുംഭ. എന്നുവെച്ചാൽ വേഷ്ടിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കുംഭയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പല കമ്മിറ്റി പ്രസിഡന്റാണ്. ഈ റിട്ടയർ ആയ ആളുകൾ മുഴുവൻ അതിലേക്ക് കേന്ദ്രീകരിക്കുക. സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോ സാധാരണ മനുഷ്യരെ ഒരു വിധത്തിലും സഹായിക്കാതെ ഉപദ്രവിച്ച ഭീകരന്മാരായിരുന്നു പലരും. എന്നിട്ട് അമ്പലത്തിന്റെ ആളായിട്ട് നാട്ടിൽ വന്നിങ്ങനെ മുഖ്യസ്ഥനായിരിക്കും. ഒരു ടെൻഷനും ഇല്ല. കാരണം ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോയാൽ പൈസ വിരിക്കണം, പൈസ ഉണ്ടാക്കണ്ടേ, കൃത്യമായി യോഗം ചേരണം, ഇലക്ഷന് വീട് കയറണം. ഇതൊന്നും പ്രശ്നമില്ല. അവിടെ ഇങ്ങനെ ഇരുന്ന് നിന്നാ മതി, വിസറി വീശി ഇരുന്നാ പൈസയും വന്നോളൂ, ആറ് വരും, നമസ്കരിക്കും, മുഖ്യസ്ഥനാവും. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക, അല്ലെ? എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പറഞ്ഞ് പണ്ടൊരു കണക്കുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? വഴിക്രമത്തിലല്ലാതെ ഷോർട്ടിൽ ഉത്തരം കിട്ടാനുള്ള സൂത്രം. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ഒരു ചെക്കൻ കോപ്പി അടിച്ചു. മാഷ് വിളിച്ചേരം മാഷോട് പറഞ്ഞില്ല, ഏറ്റവും എളുപ്പ വഴി കോപ്പി അടിച്ചു. അതുപോലെ എളുപ്പ വഴിയിൽ ആളാകാനും എളുപ്പ വഴിയിൽ പണക്കാരനാകാനുള്ള സൂത്രപ്പണിയായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ പോവുക. ഇതിന്റെ എല്ലാം പിറകിലുള്ളത് ഈ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത, കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന വിഡ്ഢികൾ ഈ രാജ്യത്ത് ഒരുപാടുണ്ട്. ആ വിഡ്ഢികൾ ഉള്ളിടത്തോളം സനാതന ധർമ്മത്തിനും സനാതന മൂല്യത്തിനും പ്രാധാന്യമുണ്ട്. സനാതനം എന്ന വാക്കിനൊരു വൃത്തിയൊന്നും ഇല്ലല്ലോ. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്തത് പ്രകൃതി നിയമങ്ങൾ മാറാതെ നിൽക്കല്ലേ. അച്ഛനെ അച്ഛാന്ന് വിളിക്കണമെന്നത് മാറ്റാൻ പറ്റുമോ? അച്ഛനെ മോനെ എന്ന് വിളിക്കാൻ പറ്റുമോ? മാറേണ്ടത് കുറേയുണ്ട്, മാറാൻ പാടില്ലാത്തത് കുറേയുണ്ട്. അത് മനുഷ്യന്റെ കാലഘട്ടത്തിനും ദേശത്തിനും അനുസരിച്ച് മാറേണ്ടതിനെ മാറ്റുകയും മാറാൻ പാടില്ലാതെ മാറ്റാതിരിക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് അധുനാതനം എന്ന് പറയാം. എന്നാൽ ഇപ്പം മാറേണ്ടതൊന്നും മാറുന്നില്ല, മാറാൻ പാടില്ലാത്തതെല്ലാം മാറിപ്പോവുകയും ചെയ്യുന്നു. അതാണ് ഇത്രയും സനാതന മൂല്യവും മറ്റൊക്കെ വർദ്ധിച്ചു വരുമ്പോ നാട്ടിൽ നന്മ വളരുന്നുണ്ട്. ഇത്രയും അമ്പലവും പള്ളിയും പ്രാർത്ഥനയും വരുമ്പോ മനുഷ്യന്മാരുടെ നന്മ വളരുന്നുണ്ടോ? സ്നേഹം വളരുന്നുണ്ടോ? കരുണ വളരുന്നുണ്ടോ? ദയ വളരുന്നുണ്ടോ? ഇതൊന്നും എടുത്തു നോക്കിയാൽ കണക്ക്. നമ്മളെ കുട്ടികളെല്ലാം നല്ല ബുദ്ധിയുണ്ട്. എന്തിനാ ബുദ്ധി? നല്ലോണം പഠിക്കുന്നത്. ഇതിന് A+ കിട്ടാൻ, എന്നിട്ടോ എൻട്രൻസ് കോച്ചിങ് ചേരാൻ, അല്ലെ? കഴിഞ്ഞ വ്യാഴാഴ്ച പാലയിൽ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ അധ്യാപകർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. തന്നെ
വിഷയം ബുദ്ധിയും മനസ്സുണ്ടാവും. ബുദ്ധി വളരുമ്പോ കുട്ടികൾക്ക് മനസ്സ് വളരുന്നതിലേക്ക് കുഴപ്പമില്ലെന്ന് അന്ന് ഒരു 2 മണിക്കൂർ ക്ലാസ്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നു. പേര് വന്നിട്ട് ഏതും പ്രൊഫഷണൽ കോഴ്സിന് ചേരുന്നു. എന്നിട്ട് എൻട്രൻസ്, എന്നിട്ട് പ്ലേസ്മെന്റ് കിട്ടി, ജോലി കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു. എന്തിനാ ശമ്പളം? കൊട്ടാരം പോലത്തെ ഒരു വീട്. വീടെന്തിനാ? വീടോ എന്നിട്ട് ആനക്ക് പോലും കടക്കാൻ പറ്റാത്ത മതി. എന്നിട്ട് റിമോട്ട് കൺട്രോളിന്റെ ഒരു ഗേറ്റ് പിടിക്കും. ഇതല്ലേ പുതിയ സങ്കല്പം. എന്നിട്ടോ അവിടെ ഒരുപാട് ചെടി വാങ്ങി പിടിപ്പിക്കും. നല്ല ചെടിയാണ് മിക്ക വീട്ടിൽ. പക്ഷെ ഇത് ആരെ കാണുന്ന? നാട്ടുകാരെ കാണാൻ പറ്റില്ല. മതിൽ കെട്ടി വീട്ടുകാർ കാണുമോ? വാതിൽ തുറക്കില്ല. വീട്ടിന്റെ വാതിൽ തുറക്കില്ല. ഇനി എന്തിനാ ഈ ചെടിക്ക്? എന്നിട്ട് അയൽപ്പക്കത്തുമായിട്ട് ഒരു ബന്ധവും ഇല്ല. രാത്രി ഒരു 9:30 വാങ്ങിയിട്ട് വന്നു. അതിന് ഇവൻ മനുഷ്യനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് പട്ടീനെ വാങ്ങിക്കൊണ്ടു. ഈ പട്ടീനെ വിസർജിക്കാൻ വേണ്ടി മാത്രം ഗേറ്റ് തുറക്കുന്ന കുറെ കഴുതകൾ ഉണ്ടാകുന്നു. ഇത്രയും അമ്പലവും പള്ളിയും പ്രാർത്ഥനയും വർദ്ധിക്കുമ്പോ ഇത്തരം കഴുതകളുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യത്വം വളരുന്നില്ല? എന്തുകൊണ്ട് സ്നേഹം വളരുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസത്തിന്റെ പേരിലുള്ള സനാതനം എന്ന് പറയുന്ന നല്ല മൂല്യങ്ങളെല്ലാം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയും ഈ ജനതയുടെ വികാസത്തെ തടസ്സപ്പെടുത്തുന്ന അന്ധവിശ്വാസങ്ങൾ, പൂജാതി കർമ്മങ്ങൾ, കർമ്മങ്ങൾ. എന്താ കർമ്മം? രാമായണത്തിൽ കർമ്മം, എന്തൊക്കെ കർമ്മം എന്ന് പറഞ്ഞ് രാമൻ പറയുന്നുണ്ട്. എന്തൊരു വൃത്തികേടാണ് ദൈവം ഇങ്ങനെ പറയാ. എനിക്ക് എന്തെല്ലാം വേണ്ടത്, എനിക്ക് എന്തെല്ലാം പൂജ വേണം, ആ പൂജയിൽ എന്തെല്ലാം ദ്രവ്യങ്ങൾ വേണം എന്ന് രാമൻ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. ആരോട്? ലക്ഷ്മണനോടും സുഗ്രീവനോടും വിശദീകരിക്കുന്ന ഒരു അധ്യായമുണ്ട് രാമായണത്തിൽ. രാമായണത്തിലെ ഏറ്റവും വൃത്തികെട്ട ഭാഗമാണ് വയലാറിന്റെ സംഘസംഗീതത്തിലെ വരിയാണ്. ആ മാസ്തരിക രോഗങ്ങളെ പരസ്പരം മിക്സ് ചെയ്ത് ഉണ്ടാകുന്ന പ്രക്രിയയാണ് പ്രപഞ്ചത്തിന്റെ വികാസം. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ കൺട്രോൾ ചെയ്തിട്ട് നീ എങ്ങനെയാവണം? കളപച്ചുവരുവറ്റമേട് ഇളം പൂ കല്യാണമാല ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം കയ്യിൽ. പഴയ കമലഹാസന്റെ പാട്ട്, സിനിമയിലെ പാട്ടാണ്. ഇന്ന പെണ്ണ് നിന്ന ചെക്കൻ, ഇന്ന ചെക്കൻ ഇന്ന പെണ്ണ് എന്ന് ദൈവം കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേ വരും എന്ന നേരത്തെ എഴുതി വെച്ചതിന്റെ അനുസരിച്ച് നമ്മളെല്ലാം അതിനനുസരിച്ച് ആടുന്ന പാവകൾ മാത്രമാണെന്ന ബോധമാണ് സനാതന ധർമ്മം. ചോദ്യം ചെയ്യപ്പെടാത്തത്. ഈ ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ട് പ്രോഗ്രഷൻ ഉണ്ടായില്ല, നിരന്തര പുതുക്കലും വികാസവും ഉണ്ടായില്ല. എല്ലാ ചിന്തകളും അവിടെ തട്ടി വിശ്വാസത്തിൽ, ആ ദൈവവിശ്വാസത്തിൽ തട്ടിത്തീരുന്നു. അവിടെ തട്ടിത്തീരുന്നു. വികാസം എന്ന് പറയുന്നത് ഇതാണ്. മേലോട്ട് പോകുന്നുണ്ടോ? ഇങ്ങനെ കാണിക്കുമ്പോ ഇത് മേലോട്ട് പോകുന്നുണ്ടോ? നിന്ന നിപ്പിൽ നിൽക്കുക. ഇതുപോലെ ഇതിന്റെ അകത്തൊന്നും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോവുക എന്നല്ലാതെ പുതിയ ചിന്തകളിലേക്ക് പോയില്ല. സോക്രട്ടീസുമാരും ഗലീലിയോമാരും ഐസക് ന്യൂട്ടന്മാരും ഇന്ത്യയിൽ വേണ്ടത്ര ഉണ്ടായില്ല. ഉണ്ടായപ്പോഴാ ആധുനിക വിദ്യാഭ്യാസവും ബ്രിട്ടീഷുകാരിലൂടെ വന്നതിന് ശേഷം. അതിന് മുമ്പ് ഇരുണ്ട യുഗത്തിലേക്ക് ഇന്ത്യ നയിച്ചത് പുതിയതിനെ പറ്റി അന്വേഷിക്കാനും ചർച്ച ചെയ്യാൻ ആരുണ്ടായിരുന്നില്ല. പണ്ട് സഹനാവതു സഹനോ പുനർത്തു സഹവീര്യം കരവാവഹെ എഴുതിച്ചിരുന്നു. മന്ത്രം ചൊല്ലാതല്ലാണ്ട് ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കില്ല. മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കില്ല. ഒരു മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പ്രതിമാം അപ്രബോധീന, പൊട്ടന്മാരുടേതാണ് പ്രതിമയിൽ എന്ന് എഴുതി വെച്ചതായി. അഗ്നിർദേവോ വിജാതീന ഉമീന ഭൂമിദേവതം പ്രതിമാം അപ്രബോധീന സർവത്ര സമദർശിന. ബ്രാഹ്മണർക്ക് അഗ്നിയില ദൈവം. ഈ ഒരു അമ്പലത്തിൽ പൂജ നടത്തുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് വലിയ, അവർക്ക് ദൈവവും വിഗ്രഹമായിട്ട് ഒരു ബന്ധമില്ല ബ്രാഹ്മണർക്ക്. അതുകൊണ്ടാണ് അതിന്റെ സ്വർണ്ണപ്പാളി പറ്റുകൊണ്ടായിരുന്നതിന് ഒരു മടിയില്ലാത്ത വന്നത്. കാരണം അവർക്ക് വിശ്വാസമില്ല. ഇവര് തന്ത്രിയും അതിന്റെ മന്ത്രാധീനാളെ തന്ത്രിയും തന്ത്രാധീനാളെ മന്ത്രിയുമാവും അല്ലേ? ഈ തന്ത്രിയുടെ പേര് വന്നത് ദൈവത്തോട് സംസാരിക്കുവാനുള്ള മലയാള ഭാഷ, ഇംഗ്ലീഷ് ഭാഷയും ദൈവത്തിന് മനസ്സിലായില്ല. നമ്മളുണ്ടാക്കിയ ഭാഷയല്ലേ. ദൈവത്തോട് സംസാരിക്കാൻ ചില തന്ത്രവിദ്യകൾ, ചില
ചില ഇങ്ങനെയൊക്കെ കാണിക്കും. ആ കാണിക്കുന്നത് അറിയുന്നവൻ, അതാണ് തന്ത്രി. അവര് നമുക്ക് വേണ്ടിയാണ് പൂജ നടത്തുന്നത്. അവരുടെ ദൈവം അഗ്നിയില ഹോമമാണ്. മനുഷ്യ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ വിഷപാത്രം. ഇവിടെ അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ, ശാസ്ത്രം നിർമ്മിക്കുന്ന അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ വലിച്ചെറിയാനാ പറഞ്ഞ ഈ വിഷപാത്രം. അപ്പൊ ഈ സ്വാമിമാര് ബ്രാഹ്മണർക്ക് ദൈവം എന്ന് പറയുന്നില്ല, അഗ്നിയില. മുനീനാം ഹൃദയ ദൈവം, അവർക്ക് പുറത്തൊന്നല്ല വലിയ ദൈവം. ആത്മാവിൽ ആത്മാവിനല്ല. പ്രതിമാം അപ്രബോധീന, അപ്രബോധികൾക്ക് വിവരം കെട്ടവർക്ക് പ്രതിമയിലാണ് ദൈവം. പ്രതിമയിലാണ് ദൈവം വെച്ചിട്ടുണ്ട്. ആ വിവരക്കെട്ടവരിങ്ങനെ അതും വെച്ചിട്ട് അതിന്റെ പുറകെ പോവാം. സർവത്ര സമദർശിനാം, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്. അപ്പൊ ഈ പ്രതിമാരൊക്കെ ഇന്ന് നോക്കിയിട്ട് 40 വർഷമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് 2 അടി നീളമുള്ളൊരു പ്രതിമയിലല്ലേ കഴിഞ്ഞിരിക്കുന്നത്. അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ എല്ലാവരും പാർവതിപക്ഷത്തിൽ രാമക്ഷേത്രമല്ലേ പറയുന്നു. അത് പറയാത്ത ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലെ പ്രസംഗമുണ്ടോ? ആ നായര് KK നയ്യാർ എന്ന് പറയുന്ന ഒരാള് 2 അടി നീളമുള്ള വിഗ്രഹം പാർവതി മസ്ജിദിനുള്ളിൽ കൊണ്ടുപോയിട്ട് അല്ലേ ഈ ചൊറ മുഴുവൻ ഉണ്ടാക്കിയത്. ആ 2 അടി വിഗ്രഹത്തിന്റെ മേലെ ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യയിലെ സകല അധ്വാനവും സകല മൈക്കിന്റെ ഒച്ചയും അതിന്റെ പുറകെ നടക്കുകയായിരുന്നില്ലേ? 40 വർഷമായിട്ട് അദ്വാനിയുടെ രഥയാത്ര മുതൽ ആരംഭിക്കുകയായിരുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത്രയും സമയം ഈ ലോകത്തിലുള്ള നന്മയെ പറ്റി, ലോകത്തിലുള്ള കവിതയെ പറ്റി, ലോകത്തിൽ പുതിയ സാഹിത്യത്തെ പറ്റി, ലോകത്തിലുള്ള പുതിയ ശാസ്ത്രതത്വങ്ങളെ പറ്റി, ലോകത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ചർച്ച ചെയ്യുകയോ പഠിക്കുകയോ ചെയ്തോ? ഈ പണ്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രതിഭന്റെ പുറകെ നടക്കുക നമ്മള്. ഇന്ത്യയിലെ വിവരമുള്ളവരും വിവരമില്ലാത്തവരല്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം വികസിക്കുക? ഇതിനെ ചോദ്യം ചെയ്യരുത് എന്നാണ് സനാതനത്തിന്റെ അർത്ഥം. അതിനെ ഇന്ത്യ തകർന്നു പോയത് അധുനാതനമില്ലാത്തത് കൊണ്ടാണ്. സനാതനമല്ല ലോകത്തെ വളർത്തുന്നത് അധുനാതന സംസ്കാരമാണ്. ഏറ്റവും പുതിയതിനെ പറ്റി ചർച്ച ചെയ്യുകയും സത്യത്തിലേക്ക് യാത്ര ചെയ്യുക. ശാസ്ത്രവും പണ്ടത്തെ ദൈവവിശ്വാസത്തിന്റെ ആരംഭകാലഘട്ടത്തിലുള്ള ദർശനവും ശാസ്ത്രവും ഒരേ വഴിക്ക് സഞ്ചരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അറിയാമോ എന്താ സത്യാന്വേഷണം? പുരോഹിതന്മാരുടെ കയ്യിൽ ഇത് വരുന്നതിന് മുമ്പ് എന്താ പറഞ്ഞ? സത്യബോധം അല്ലെ? സത്യത്തെ അന്വേഷിക്കാൻ. സത്യനായക വിദായക ക്രിസ്തുമതം. ഇസ്ലാം മതം അവര് തന്നെ പറയുന്നു സത്യാന്വേഷണ മതമാണ്. പിന്നെ ഇന്ത്യ പിന്നെ അസതോമാ സദ്ഗമയ, സത്യത്തിലേക്കുള്ള യാത്ര തന്നെ. പക്ഷെ ആ സത്യം അന്വേഷിക്കാൻ, സത്യം എന്താ നീ അന്വേഷിച്ച് കണ്ടെത്തണ്ട, ഞങ്ങൾ പറഞ്ഞു. അതാ സനാതനം. സത്യം ഇതാണ്, ഇതിലപ്പുറം ഒരു സത്യമില്ല. അതാണ് ശിഷ്യാസ്തു ചിഹ്ന സംശയ. ഒരു സംശയമില്ലാത്ത ശിഷ്യന്മാർ, ചോദ്യമില്ല. ഈ സഹനാവവധം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും അതിന്റെ തത്വം ഉൾക്കൊള്ളുകയും ചെയ്യുക. സഹനവ പുനത്തു. തേനായ തേനെല്ലാം മണ്ണിൽ അരിഞ്ഞിട്ടും തൂവിപ്പോയിട്ടും മണ്ണിനെന്താ മധുരമില്ലാത്തത്? തേൻ ഒരു ഭക്ഷ്യപദാർത്ഥമാണ്. അത് 24 മണിക്കൂർ കൊണ്ട് കെട്ടുപോകും. പക്ഷെ നമ്മൾ വാങ്ങുന്ന തേന് കെട്ടുപോകുന്നില്ല. എന്തുകൊണ്ടാണ്? ഉണ്ടായപ്പോഴാണ് ഇത് ഉണ്ടായതാണെന്ന ചിന്തയുണ്ടായത്. ഒരു കാരണഭൂതം വേണ്ടേ? കാരണഭൂതൻ എന്ന വാക്കിൽ ഹിബ്രു ഭാഷയിൽ പറയുന്നത് യഹോവ എന്ന വാക്കിൽ കാരണഭൂതൻ എന്നാണ്. ബ്രഹ്മത്തെ സൃഷ്ടിച്ചവർ ബ്രഹ്മാവ്. ഇത് ഉണ്ടാക്കിയവരുടെ ഒരാൾ വേണ്ടേ? കാലബോധം ഉള്ളത് കൊണ്ടാണ് ദൈവബോധം ഉണ്ടായത്. കാലബോധത്തിൽ നിന്ന ദൈവബോധം ഉണ്ടായത് അറിയണം. ദൈവം ഉണ്ടായതാണെന്ന് അമ്പലത്തിൽ പോയി പ്രസംഗിക്കാൻ കഴിയണം. ദൈവം ഉണ്ടായതാണ്, ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കിയതാണെന്നല്ലേ പറയുന്നു. കാലബോധത്തിൽ നിന്നും ദൈവത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കിയെന്നല്ലേ. മരിച്ചുപോയ ദൈവങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട് മരിച്ചുപോയ ദൈവങ്ങൾ. മതങ്ങൾ ജനിക്കും, മതങ്ങൾ മരിക്കും, മനുഷ്യനൊന്നേ വഴിയുള്ളൂ. ഒരുപാട് ദൈവങ്ങൾ മരിച്ചുപോയി ഭൂമി. ഭാരതത്തിൽ മരിച്ചുപോയ ദൈവങ്ങളുണ്ട്, ആരും പ്രാർത്ഥിക്കാത്ത ദൈവം. അപ്പൊ ഈ കാലബോധത്തിൽ നിന്നാണ് ദൈവബോധം ഉണ്ടായത്. ഈ കാലബോധം വന്നപ്പോഴാണ് മരണാനന്തരം ഈ കാലം മുഴുവല്ലോ, അപ്പൊ ഞാൻ ഉണ്ടാവില്ലല്ലോ എന്ന ഭയം ഉണ്ടായി. ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂത്രപ്പണിയായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സംവിധാനം. ഇത് മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംവിധാനം സ്വർഗമുണ്ട് നരകമുണ്ട്.
അവിടെ ഊറിമാറുണ്ട് അപ്സരസുകളുണ്ട്. അത് ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്കോ? പെണ്ണുങ്ങൾ മരിച്ച ആൾക്കാരുണ്ട്. ആണുങ്ങൾ മരിച്ച ഉറവയ്ക്ക് നേരെ രമ്പേ വിഭവം. പെണ്ണുങ്ങൾ മരിച്ച ആളുടെ ദിലീപും ജാതും വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടോ? അത് വേണ്ടേ? നിങ്ങൾ ആലോചിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അത് അന്ന് ചോദ്യം ചെയ്യാൻ പെണ്ണുങ്ങളുണ്ടായി. അത് ഞങ്ങൾക്ക് മരിച്ചൊന്നും വേണ്ടേ? അപ്പൊ അത്തരത്തിൽ ഈ മരണാനന്തര ലോകത്തിലുള്ള ജീവിതത്തിന് ശേഷമുള്ള ഭാവി കാലത്തിന്റെ അവ്യക്തതകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ദൈവം മതങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ മതങ്ങൾ ഉണ്ടാക്കിയപ്പോ ആ ദൈവമായിട്ട് കണക്ഷൻ, അതുമായി ബന്ധപ്പെടുത്തിയിട്ട് 4 വർണ്ണങ്ങളാക്കി എന്തൊരു സൂത്രമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ വികാസം ഇല്ലാതിരുന്നത് പ്ലസ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്തായി പ്ലസ് എന്ന് പറയുന്നത്? പ്ലസ് എന്ന് പറയുന്നത് അധ്വാനവും ചിന്തയും ചേർന്നതാണ്. അധ്വാനം എക്സ് ആക്സിസും ചിന്ത വൈ ആക്സിസും, ആഴത്തിലും ചിന്ത. അതാണ് ഈ പ്ലസ്. ഇന്ത്യ രാജ്യത്ത് അറിവുള്ളവൻ ഒരു പണിയെടുക്കില്ല, യുദ്ധം ചെയ്യാൻ പോലും ഇറക്കി വെക്കില്ല. അതുകൊണ്ടാണ് ശത്രുരായി. ഇതെല്ലാം എഴുതി വെച്ച ബ്രാഹ്മണൻ എന്ത് ചെയ്തു? അവന് രാജ്യം ഭരിക്കുക. എന്നാ പിന്നെ അവൻ രാജ്യം ഭരിച്ചു പറ്റില്ല. എന്തായാലും കുറച്ച് പരീക്ഷിച്ചു. രാജ്യം ഭരിക്കല് കുറച്ച് നിരക്കണല്ലേ? പൂജ നടത്താനും മന്ത്രം ചൊല്ലാനും ഒരു പണിയില്ലാതെ കുറച്ച് ഓർമ്മശക്തി മതി. ഞാനിങ്ങനെ ആലോചിക്കുക, 27 ലക്ഷം അമ്പലങ്ങൾ ഇന്ത്യ രാജ്യത്ത്. ഈ രാജ്യത്ത് അമ്പലത്തിന് വേണ്ടി മെനക്കിടുന്ന ആളുകളുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആളുകളാണ്. പള്ളിക്ക് വേണ്ടി, അമ്പലത്തിന് വേണ്ടി മെനക്കിടുന്ന ആളുകൾ. ആ പള്ളി എടുക്കാനും അമ്പലം എടുക്കാനും അമ്പലത്തിൽ ഉത്സവം നടത്താനും പൂജ നടത്താനും അവിടെ വൈദ്യു പറയാനും അവിടെ ഇതാക്കാനും കൂടി ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് ഒരു 5-10 കോടി മനുഷ്യർ ദൈവമായി കണക്ട് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഇവരുടെ മുഴുവൻ അധ്വാനം ഫുൾ സീറോയിൽക്കല്ലേ? സീറോയിൽ എത്തുന്നത് ഒന്നിനും ഒരുപാടില്ലല്ലോ. ഒരു നേട്ടവും രാജ്യത്തില്ലാത്ത ഈ അത്രയാണ് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അമേരിക്കയിൽ എടുത്തു. ഇവര് മുഴുവൻ പണിയെടുക്കുന്നു. അറിവുള്ളവർ ഒരു പണിയെടുക്കില്ല, പണിയെടുക്കുന്നവർക്ക് അറിവ് കൊടുക്കില്ല. അതാണ് സനാതനം. മനസ്സിലായത്? സനാതനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവുള്ളവർ ശ്ലോകം ചൊല്ലിയിരിക്കും അല്ലേ? എന്ത് ശ്ലോകം? പരിത്തരുവി കടാക്ഷഞ്ചല മധുബുലാരാമ രാമാജനാനീരാകരനികരതമോ മണ്ഡലി ചണ്ടമാനോ നേരത്താതൊന്നും നീയന്തുകുതികളെയാതെന്നേശാകും നേരത്തിൽ പുറം വിക്രമമൃതര കൽപ്പന്തപോയേ എന്ന് കാക്കശ്ശേരി നമ്പൂതിരി ചൊല്ലിയപ്പോ ഉദ്ദണ്ണ ശാസ്ത്രികൾ അവിടെ ഇല്ലായിരുന്നു. സാമൂതിരിയുടെ സദസ്. ആ ദരാഹന്ത എന്ന പ്രയോഗത്തിന് അന്തഹന്തക്കിണ്ട പട്ട് എന്ന് പറഞ്ഞ് പട്ട് പോകും. സ്ലോകത്തിൽ അക്ഷരങ്ങളെ വെച്ചിട്ട് വ്യാഖ്യാനിച്ച് സമസ്യകൾ പൂരിപ്പിച്ച് മുറുക്കി കുപ്പി വെടിയും പറഞ്ഞിരിക്കുമ്പോൾ തിന്നണ്ടേ? അതിനാണ് ദക്ഷിണ കൊടുക്കണം പറഞ്ഞത്. നമ്പൂരിക്ക് ദക്ഷിണ കൊടുത്താൽ PT ഭട്ടതിരിപ്പാടിന്റെ കൃതിയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്ത്? ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മഹദൈവതം. ജഗത്ത് മുഴുവൻ ദൈവത്തിന് അധീനമാണ്, ദൈവം മന്ത്രത്തിന് അധീനമാണ്, മന്ത്രം ബ്രാഹ്മണന് അധീനമാണ്. അതുകൊണ്ട് എന്റെ ദൈവം ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കുക. ആ ദക്ഷിണ കൊടുത്താൽ എനിക്ക് അതൊന്നും സ്വന്തം ഇവിടെ മരിച്ചുപോയ സ്വന്തം. അങ്ങനെ ദക്ഷിണ വാങ്ങി പണിയെടുക്കാതെ ജീവിക്കുവാനുള്ള ഏറ്റവും നല്ല സൂത്രപ്പണിയായിരുന്നു ചാതുർവർണ്ണത്തിലെ ദൈവകാര്യങ്ങൾ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ. രാജ്യഭരണവും യുദ്ധവും ചെയ്യാനൊന്നും ഇവർക്ക് കഴിയില്ല. അത് ക്ഷത്രിയൻ. സാധനങ്ങളുടെ ക്രയവിക്രയം ലോജിക്കുമല്ലേ? ആളുകൾ സാധനം എത്തിക്കുകയോ കൊണ്ടുപോകുമ്പോഴേ അത് വൈശ്യൻ. പണിയെടുക്കുന്നവൻ ശൂദ്രൻ. ആരെ ശൂദ്രൻ? NSSകാർ. NSSകാര് വലിയ ശൂദ്രൻ. അതായത് കുമാരനായരുടെ ടീമല്ല ശൂദ്രന്മാരാ. അവർക്കൊന്നും സ്കൂൾ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ശൂദ്രൻ ബ്രഹ്മാവിന്റെ കാലിലടിയിൽ ജയിച്ചവൻ അല്ലെ? എന്റെ നാട്ടിൽ നിന്ന് ഒരു സ്കൂള് കുട്ടി ഈ കഥ മാഷ് പറഞ്ഞു കൊടുത്തപ്പോ ബ്രഹ്മാവിന്റെ മുഖത്തുനിന്നും കൈമെന്നും കാലുമെന്നും തൊടയമെന്നും കാലുമെന്നും ശ്രദ്ധിച്ചും പറഞ്ഞിട്ടൊരു കുട്ടി ഒരു സംശയം ചോദിച്ചിട്ട് ഓരോ പുറത്താക്കിയിട്ട് വലിയ വിവാദം ഉണ്ടായി. കുട്ടി ചോദിച്ചൊരു സംശയം, ബ്രഹ്മാവിന്റെ ഭാര്യയല്ലേ മാഷ സരസ്വതി? അതെ.
പിന്നെ അവർക്കെന്തായിരുന്നു ജോലി? ഇയാൾ ഇതെല്ലാം സൃഷ്ടിച്ചെങ്കിൽ ഇയാളെന്നെ വിവാഹം കഴിച്ചു. അപ്പോ ഈ ചാതുർവർണ്ണയത്തിലെ തൊഴിൽ വിഭജനം കഴിച്ച് ബാക്കി കുറെ ടീമുണ്ട്. ആര്? ഈ നമ്പ്യാരും നായരും മേനോനും പൊതുവാളും കിടാവും അരിയോടി ഇത്രയും മാത്രമേ ശൂദ്രമുള്ളൂ കേരളത്തിൽ. കഴിച്ച് ബാക്കി കുറെ ഉണ്ടല്ലോ. അവരെയാണ് തന്തയ്ക്ക് ജനിച്ചാണെന്ന് രാമസ്വാമി നായിക്കര് പറഞ്ഞത്. തന്തയ്ക്ക് പെരിയാറായത്. ഈ മനുഷ്യരെ മനുഷ്യരായി പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം. നായരെ കഴിച്ച് ബാക്കിയുള്ളവർ ഒറ്റയും ഹിന്ദുവല്ല, അത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതല്ല. നായരെ കഴിച്ച് ബാക്കിയുള്ളവരാരും ഹിന്ദുവല്ല. ചാതുർവർണ്ണ്യം സനാതനമുണ്ട് പ്രകാരത്തില്. സനാതനത്തെ പറ്റി വലിയ വർത്താനം പറയുന്നു. ഈ സനാതന മൂല്യങ്ങളുടെ പ്രത്യേകത ദക്ഷിണാമൂർത്തി സ്ഥലത്തിൽ പറയുന്നുണ്ട്, ചോദ്യമില്ല എന്നതാണ്. വൃക്ഷം വടതരോ മൂലേ ഗുരു യുവ ശിഷ്യ ഉദ്ധാര ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. ഒരു സംശയമില്ല, ചോദ്യമില്ല. ചോദ്യങ്ങളില്ല, ഉത്തരം മാത്രം പഠിക്കുക. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോഴും ചോദ്യം വായിക്കലും ഉത്തരം പഠിക്കലല്ലേ. രാജ്യം പറയുന്നില്ല, ചോദ്യമാണ് പഠിക്കേണ്ടത്. ചോദ്യത്തിൽ നിന്നാണ് ഉത്തരം എത്തുന്നത്. ചോദ്യത്തിന്റെ പിന്നിലാണ് ഉത്തരം തിരിക്കുന്നത്. ആ ചോദ്യമില്ല. അധ്യാപകൻ എന്താ ചെയ്യുക? ഉത്തരം വിളമ്പുന്നു, എന്നിട്ട് പരീക്ഷ ചോദിച്ചിട്ട് ആ ഉത്തരം വാങ്ങുന്നു. ഞാനിപ്പോ നിങ്ങൾക്ക് എന്റെ ഫോണ് തന്നിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയാൽ നിങ്ങളുടെ കയ്യിൽ ഫോണില്ലല്ലോ. അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ ഉത്തരവില്ല. അധ്യാപകന് തന്ന് അധ്യാപകർക്ക് കൊടുത്തിട്ട് പോരുന്ന വിഡിത്തമാണ് നമ്മുടെ വിദ്യാഭ്യാസം. അതിനു പകരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പഠിക്കണ്ടേ? അത് അംഗീകരിക്കാത്തതിനാണ് സനാതനം എന്ന് പറയുക. ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതിനപ്പുറത്തില്ല, പുതിയ ചോദ്യങ്ങളില്ല. പക്ഷേ ഈ പൗരോഹിത്യ മതത്തിന്റെ കയ്യിലേക്ക് ഭാരതത്തിലെ തത്വശാസ്ത്രം വരുന്നതിന് മുമ്പ് ചോദ്യമുണ്ടായിരുന്നു. ശാന്താഗോകുലത്തെ ചോദിക്കുക. ഉദ്ദാലകാരിണിയുടെ പുത്രൻ ശ്വേതകേതു ഉന്നത പഠനത്തിനായിട്ട് പ്രവാഹന കൈവല്യന്റെ അടുത്ത് പോയി. പാഞ്ചാല രാജാവ് പഠനം നടത്തി തിരിച്ചെത്തിയ ഉടൻ തന്നെ പഠിച്ച ഉത്തരങ്ങളല്ല അച്ഛനോട് പറഞ്ഞു കൊടുത്തത്, പുതിയ ചോദ്യമാണ്. ആ ചോദ്യമാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത്. ഇതാകെ ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന വന്ന്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? അതിന് മറുപടിയായിട്ടാണ് ഉദ്ദാലകാരിണി പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി, അത് നീയാകുന്നു ആ മഴത്തുള്ളി. തത്വമസി ശബരിമലയുടെ മേലെ എഴുതി വെച്ചത്. എന്താ സംഭവം? യാദൃശ്ചിക സംഭവങ്ങളാണ് ഈ ജീവിതത്തെയും ലോകത്തെയും നിയന്ത്രിക്കുന്നത്. ആരും നേരത്തെ നിശ്ചയിച്ചതല്ല എന്നാണ് ഉദ്ദാലകാരൻ പറഞ്ഞോട്ട്. മനസ്സിലായത്? ഒന്നും വിധിയല്ല, തലയിലെഴുത്തല്ല, യാദൃശ്ചിക സംഭവങ്ങളാണ്. പരമഭക്തനായിട്ട് അമ്പലത്തിൽ പോയിട്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ. എന്റെ നാട്ടിലെ ഇസ്മായിലിന്റെ കടയിൽ നടന്ന ഒരു യാദൃശ്ചിക സംഭവമാണ് എന്റെ ദൈവവിശ്വാസത്തെ പറ്റിയുള്ള സംശയങ്ങൾക്കും നേതൃത്വം നൽകി. എന്റെ അമ്പലത്തിലെ പൂജാരി ആണ് ദൈവം എന്നായിരുന്നു എന്റെ വിശ്വാസം. കാരണം അയാളുടെ പേര് ഈശ്വരൻ നമ്പൂതിരിയാണ്. അപ്പൊ ഇതാ ഈശ്വരൻ എത്തിയായിരുന്നു. ഒരു ദിവസം ഞാൻ ഇസ്മായിലിന്റെ കടയിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ ഈശ്വരൻ അതാ ഒരു ഓരക്കടയിൽ നോക്കിയിട്ട് കടയിലേക്ക്. എടാ, ഈശ്വരൻ ഇങ്ങനെ അമ്പലത്തിൽ നിറഞ്ഞ് നടക്കും. ഞാൻ ചെറിയ കുട്ടിയാണ്. ഈശ്വരൻ വന്നിട്ട് ഇസ്മായിലിനോട് പറയുന്നത്, അടുത്ത അഷ്ടമി ഉത്സവത്തിന് നിന്റെ കടമുള്ള തീർത്തു തരാൻ ഇസ്മായിലെ, നാളെ ഭഗവാൻ കത്തിക്കാൻ വിളിച്ചാൽ കുറച്ചുകൂടി അതിന് തരണം, നീ വായ്പ തരണം, കടം തരണം. ഇസ്മായിലി യാതൊരു പ്രശ്നമില്ലാതെ നോക്കിക്കൊടുക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഇവിടെ ഹിന്ദുവായ ഒരു ദൈവം വന്നിട്ട് മുസൽമാനായ ഇസ്മായിലിനോട് കടം ചോദിക്കുക പെണ്ണുങ്ങൾ യാതൊരു മടിയില്ലാതെ. അതാ എന്റെ ജീവിതത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട നിമിത്തമായി. നമ്മുടെ ജീവിതമെല്ലാം യാദൃച്ഛിക സംഭവങ്ങളാൽ രൂപപ്പെടുന്നതാണ്. ഇതാണ് ഉദ്ദാലകാരൻ പറഞ്ഞത്. പല വയലുകളിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് അതിനെ കൊണ്ട് കലമുണ്ടാക്കിയാൽ ആ കലത്തിന്റെ പക്കത്തിരിക്കുന്ന ഒരു കരി മണ്ണിന് പറയാൻ പറ്റുമോ താൻ ഏത് വയലിൽ നിന്ന് വന്ന മണ്ണാണെന്ന്?
ഹേ ശ്വേതകേതോ തത്വമസി. പല പൂവുകളിൽ നിന്നും തേൻ ശേഖരിച്ച തേനീച്ച അത് തേൻവലയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ തേൻവലയിൽ ഇരിക്കുന്ന ഒരു തുള്ളി തേനിന് പറയാൻ കഴിയുമോ താൻ ഏത് പൂവിൽ നിന്ന് വന്ന തേനാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവഗണത്തിലും ഉണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാര ഉപാസന ശക്തിയായുള്ള ആ തേനീച്ച അത് കുടിച്ച് നേരിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയല്ല, അത് അതിന്റെ എൻസൈം ചേർത്ത് കുടിച്ച് ദഹിപ്പിക്കുന്നു. ഈ ദഹിപ്പിക്കൽ പ്രക്രിയ അവനവന്റെ ചിന്തയും പങ്കാളിത്തവും ഉണ്ടാക്കില്ല. അതാണ് സനാതനം. അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടേ വെക്കുക, കണ്ണും മുട്ടി വിശ്വസിക്കുക മാത്രമാണ് സനാതനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയുണ്ടായതും ഈ രാജ്യത്തെ അകർമ്മണ്യതയിലേക്ക് നയിച്ചതും അധ്വാനവും ചിന്തയും കൂട്ടിച്ചേർക്കാതിരുന്നതുമാണ് ഈ രാജ്യത്തെ തകർത്ത് കളഞ്ഞത്. ഇല്ലെങ്കിൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ വൻകിട രാജ്യങ്ങൾക്ക് തുല്യമായി ഉയരേണ്ടതായിരുന്നു. അന്നത്തെ ബുദ്ധി വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ ബുദ്ധി വെച്ചിട്ട് ഇന്ത്യയുടെ വളർച്ചയെ തകർത്ത് കളഞ്ഞ് ഇരുണ്ട യുഗത്തിലേക്ക് നയിച്ചതാരാ? ജാതി വ്യവസ്ഥയും ആ വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്ന നാടുവാഴുത്ത സാമൂഹ്യ വ്യവസ്ഥയുമാണ്. നാടുവാഴുത്ത ജാതി വ്യവസ്ഥയും നാടുവാഴുത്ത സാമൂഹ്യ വ്യവസ്ഥയും തുല്യമാണ്. വടക്കൻ വീരഗാഥയിലെ MTയുടെ ഒരു സംഭാഷണമില്ലേ, മുള്ളുമൂത്ത മീനിനും വരിക്കപ്ലാവിന്റെ ചക്കക്കും വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. ആ യുദ്ധമല്ലേ യഥാർത്ഥത്തിൽ മാമാങ്കം? മാമാങ്കത്തിൽ കൊല ചെയ്യപ്പെട്ട നമ്മൾ യുക്തിവാദ സംഘം അന്നത്തെ ആ കിണറിൽ ഒരു ഖനനം നടത്തിയിട്ട് അതിന്റെ കാർബൺ ടെസ്റ്റ് നടത്തണം. എത്ര ആള് മരിച്ചിട്ടുണ്ടാവും? ആ കിണറ്റിൽ അസ്ഥികൂടുണ്ടോ ഇപ്പോ? എത്ര ചാവേറുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്? അതൊക്കെ സഹിക്കാം. യൂരിൽ നിന്ന് മാപ്പിള കലാപക്കാരെ, മലബാർ ലഹളക്കാരെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂരേക്ക് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ റെയിൽവേ സ്റ്റേഷൻ വളഞ്ഞപ്പോഴാണല്ലോ ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയിട്ട് വിട്ട്. അതിലാണല്ലോ ശ്വാസം മുട്ടി കുടിവെള്ളം കിട്ടാതെ പരസ്പരം കടിച്ചു കീറി നൂറുകണക്കിന് ആളുകൾ മരിച്ചത്. അതാണല്ലോ വാഗൺ ട്രാജഡി. ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വൻ സംഭവമാണ്. എന്നാൽ എത്ര ചാവേറുകളെ പട്ടിണിക്കിട്ട് കൊന്നിട്ടുണ്ട്. ഇപ്പോഴും പട്ടിണിത്തറയുണ്ട് അവിടെ. ഇവിടെ മാമാങ്കം നടക്കുന്നത് കൊന്നിട്ട കിണറുമുണ്ട്, പട്ടിണിത്തറയുമുണ്ട് അവിടെ ഇപ്പോഴുണ്ട്. മാമാങ്കത്തെ വലിയ ആഘോഷിക്കുന്നില്ലേ? ആ മാമാങ്കം എന്ന് പറയുന്നത് നാടുവാഴിത്തത്തിന്റെ ഈഗോ ക്ലാഷിന്റെ ഏറ്റവും ഭീകരമായ രക്തസാക്ഷിത്വം ഉണ്ടാകുന്ന സംഭവമാണ് മാമാങ്കം. എത്ര ആളുകളെയാണ് കൊന്നത്? എല്ലാ മാമാങ്കം നടത്തുമ്പോൾ കുറെ ആള് പോയിട്ട് മരിക്കലല്ലേ? എല്ലാവരും മരിച്ചിരുന്നില്ല. കൊല്ലപ്പെടാത്ത ആളെ മുഴുവൻ പട്ടിണി കിടന്നിട്ട് എന്തൊരു മനുഷ്യാവകാശ ലംഘനമാണ് നടന്നത്. ആയിരക്കണക്കിന് ആളുകളെയാണ് പട്ടിണി കിട്ട് കൊന്നത്. അറിയോ? കുട്ടിവെള്ളം കൊടുക്കാതെ വന്നു. ആര്? നാടുവാഴുന്നു. എന്നിട്ട് ഇപ്പൊ അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ആ മറ്റേ ഗരുഡം ഇതുകൊണ്ട് പോകുമ്പോ കുറ്റിപ്പോയ സ്ഥലമല്ലേ കുംഭമേള നടക്കുന്നത്. പാലാഴി കടന്നിട്ട് അമൃതം കൊണ്ട് പോകുമ്പോ ഈ അമൃത് അസുരന്മാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എയർലിഫ്റ്റ് ചെയ്തിട്ട് ഗരുഡന്റെ കൈ കൊടുത്തേൽപ്പിച്ചു. ഗരുഡൻ ഇതും കൊണ്ട് ആകാശത്ത് വന്ന് താഴത്തിറങ്ങണ്ടേ? അപ്പൊ 4 സ്ഥലത്ത് ഇറങ്ങി. ആ 4 സ്ഥലത്ത് കൊണ്ടുവച്ചപ്പോ പൊള്ളിപ്പോയി. അത് വെള്ളത്തിൽ വീണു. ആ വെള്ളത്തിൽ വീണ ആ അമൃതിന്റെ തുള്ളികൾ 12 വർഷം കഴിയുമ്പോ ആക്ടിവേറ്റ് ആവും. അതുകൊണ്ടാണ് ഈ 12 കൊല്ലം കൂടുമ്പോ ഈ കുംഭമേളക്ക് പോകുന്നത്. അതിച്ചൊക്കെ എന്തൊരാ ഏതോ പുരാണ കഥയിൽ പറഞ്ഞിരിക്കുന്ന അമൃതിന്റെ തുള്ളികൾ ഈ പുഴയിൽ ആക്ടിവേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് 5000 കോടി ഉറുപ്പി 25,000 കോടി ഉറുപ്പിയാണ് ആര് കൊടുത്തത്? കേട്ടോ, കുംഭമേള 5000 കോടി UP ഗവൺമെന്റ്. വയനാട്ടില് ഉരുൾപൊട്ടൽ നടത്താത്ത ഒരു ഉറുപ്പ്യ കൊടുക്കാത്ത ടീമാണ് ആണ് ഇത്രയും പൈസ കൊടുത്തത്. ഇല്ലാത്തൊരു കഥ ഈ അമൃത് ആക്ടിവേറ്റ് ആവും പറഞ്ഞു. ആ അമൃത് ഉറ്റിപ്പോയത് രുദ്രപ്രയാഗിലും നാസിക്കിലും മറ്റേ 4 സ്ഥലത്താ. അവിടെയാ കുംഭമേള. ഭാരതപ്പുഴയിൽ ഉറ്റി ഒരു വിവരവും ഇല്ലല്ലോ നമുക്ക്. അതെന്തിനാ ഇവിടെ ഈ കുംഭമേള കൊണ്ടുവന്നത്? അത് പറഞ്ഞ ആള് വരും, ഇഷ്ടംപോലെ ആള് പോവാ. ഞാൻ ഇതിന്റെ വിശദമായ ചരിത്രം എഴുതിയിട്ട് ഒരു ലേഖനം എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്കുള്ള തെറിയും എനിക്കുള്ള ഭീഷണിയൊന്നും പറയണ്ട. കൊട്ടാരക്കര ഗണപതി ആവട്ടെ, പിന്നീതാ കാര്യായ ഗണപതി, കൊട്ടാരക്കര ഗണപതി, പമ്പ ഗണപതി, പഴവങ്ങാടി ഗണപതി. ഈ ഗണപതിയെല്ലാം ഗണപതി ലംബോദരനാണ്. വലിയ വയറാണ്. കൊട്ടത്തേങ്ങ, കുരുകടലക്ക, ഞെട്ടറ്റുള്ള പഴം, പഞ്ചസാര ദിവസവും ഇങ്ങനെ ഗണപതി ഹോമത്തിൽ സമരത്തിൽ പങ്കെടുത്തത് ചമ്പാരനിലെ നീല കർഷകരുടെ സമരത്തിലാണ്. അറിയണം,
തൊഴിലാളികളുടെയും കർഷകരുടെയും കൂടെ നിന്ന ആളാണ് ഗാന്ധി. അദ്ദേഹം ചിന്തയും കർമ്മവും ചാലിച്ചു ചേർത്ത ഗാന്ധിയാണ്. അതാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന എക്സും ചിന്ത എന്ന വൈയും ചേർത്തതാണ് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായത്. അല്ലാതെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ നയിച്ചതുകൊണ്ട് മാത്രമല്ല, നമുക്കൊരു ദർശനം തന്നു അദ്ദേഹം. എന്താ ദർശനം? കർമ്മവും ചിന്തയും ഒത്തുചേരണമെന്ന്. പഴയൊരു മലയാള സിനിമ പാട്ടുണ്ടല്ലോ, തപസ് ചെയ്ത് ആട്ടിടേന് വീണ കൊടുത്ത കഥ കേട്ടിട്ടുണ്ടോ? ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി എന്നാണെങ്കിൽ ആപ്പിൾ ഫോൺ തങ്ക സ്വപ്ന ശതങ്ങളാം തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി ആ തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ രാഗങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. ഇതിന്റെ ഇപ്പൊ നടക്കുന്നത് എല്ലാം രാവ് പകല് യാത്ര നമസ്കാരം പൂജ. ആ മധുര സംഗീതത്തിൽ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാ ഭൂമിയാലെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. വിശന്നപ്പോ പാട്ട് നിർത്തി. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിന്റെ മകനായിട്ടവനിറങ്ങി. പണിയെടുക്കണം, പണിയെടുക്കണം. പണിയെടുക്കാതെ ഉണ്ണാനുള്ള സൂത്രപ്പണിയാണ് സനാതന ധർമ്മം. മനസ്സിലായി? അത് ഇന്ത്യ രാജ്യത്തിന്റെ വികാസത്തെ തകർത്തു കളഞ്ഞു. അതുകൊണ്ട് ഈ സനാതന മൂല്യത്തിനെതിരെ അധുനാതന സങ്കല്പത്തിന്റെ വഴിയിലൂടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ മാറ്റിയെടുക്കാൻ. രാഷ്ട്രീയ പാർട്ടികളെ മാറ്റിയെടുക്കണം. വല്ലാത്ത അവസ്ഥയാണിപ്പോ. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അമ്പലത്തിന്റെ പറയാൻ പോവാ. അമ്പലത്തിൽ മറ്റേ കൂട്ട് പിടിക്കുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ പോയിട്ട് കമ്മിറ്റിന്റെ ആളാണെന്ന് പറയും. അവസാനം ഇവര് നോക്കുമ്പോൾ അങ്ങോട്ടന്നെ പോവാ എന്നൊരവസ്ഥയാണ്. ഈ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രത്തെ ബോധ്യപ്പെടുത്താൻ ഈ സെമിനാർ കൊണ്ട് നമുക്ക് കഴിയണം. ആരെ? പുതിയ യുവാക്കൾ. നമുക്ക് കോളേജുകളിൽ പോകണം.